പ്ലീസ് സർ, എന്നെ ഒന്ന് രക്ഷിക്കണം. ഇത് തട്ടിയെടുക്കാൻ വേണ്ടിട്ട് കുറെ പേര് എന്റെ പിന്നാലെ വരുന്നുണ്ട്. സർ പ്ലീസ് ഒരു മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. പിടിച്ചു പറക്കാൻ പോയി കഴിഞ്ഞ് ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഓക്കെ? കൊച്ചേ, നീ? ഞാൻ തന്നെ സാറേ. ഇവിടെ ജീവിക്കണമെങ്കിലേ ഒരിത്തിരി വേഷം കെട്ടിലൊക്കെ വേണം. ഓട്ടോ വാ പോട്ടെ. ബൈ. See you. Bye. പറ്റിച്ചു കളഞ്ഞല്ല കള്ളി. നഗരമാ, സൂക്ഷിക്കണം. ഇത് വീടൊന്നുമല്ല, കൊട്ടാരം. ആരാ? ഞാനാ. ഞാനോ? ആ, ഇവിടുത്തെ സാറ് കത്തയച്ചിട്ട് വന്നതാ. നമസ്കാരം. കത്തവിടെ? കത്തിനായിരുന്നു. പോയോ? വരാൻ പറഞ്ഞ് കത്തയച്ചിരുന്നു. എന്താ പേര്? ഉൽപ്പലാക്ഷ മാർക്കണ്ഡേയൻ. പാലക്കാട് അല്ലേ? അതെ. ഏതുവരെ പഠിച്ചു? 5ാം ക്ലാസ്. ആഹാ. വലിയ പഠിപ്പിനൊക്കെ പോയാ ഭയങ്കര പ്രശ്ന. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിന്നാ മതിയെന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്ന് പറയുമ്പോ വളർത്തച്ഛൻ. ഓ, എന്തൊക്കെ പണി അറിയാം? ഇന്നതൊന്നൊന്നുമില്ല, എന്തും ചെയ്യും. എനിക്ക് വേണ്ടത് ഓൾ ഇൻ ഓൾ ആയിട്ടൊരാളെയാ. അത്യാവശ്യം ബാങ്കിൽ പോക്ക്, എന്റെ കാര്യങ്ങളൊക്കെ നോക്കുക. സമ്മതാണോ? സമ്മത. ആഹാരം സമയാസമയങ്ങളിൽ ഹോട്ടലുകാർ ഇവിടെ എത്തിക്കും. വെജിറ്റേറിയൻ മാത്രമേ ഉണ്ടാവൂ. മത്സ്യമാംസാദികൾ ഇതിനകത്ത് കയറ്റാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമാണ്. രാവിലെ ഒരു സ്ത്രീ വന്ന് വീട് മുഴുവൻ വൃത്തിയാക്കും. പിന്നെ ഒരു വിസിറ്റർ എന്ന് പറയാൻ ഡോക്ടർ കോശി, അയാൾ എന്റെ പേഴ്സണൽ ഡോക്ടറാണ്. അത്രേ ഉള്ളൂ. അല്ല, എന്താ പേര് പറഞ്ഞേ? മാർക്കണ്ഡേയൻ. നിങ്ങൾ എന്താ ശമ്പളം പ്രതീക്ഷിക്കുന്നേ? ഒരു മാസം 15 രൂപയായാലോ? എടോ, 15,000 രൂപ തുടക്കത്തിൽ അത്രേ തരാൻ പറ്റുള്ളൂ. പിന്നെ തന്റെ പെർഫോമൻസ് കണ്ടിട്ട് എന്താന്നാ വെച്ചാ കൂട്ടിത്തരാം. മതി. ഓൾ റൈറ്റ്. കിടപ്പ് ഉറക്കമൊക്കെ മോളത്തെ മുറിയില്. AC കേടായി കിടക്കുക. 2 ദിവസത്തിനോട് നന്നാക്കി തരാം. പിന്നെ AC ശരിയായി വന്നാൽ ജനലിന്റെ കുറ്റിയൊന്നും ഇടാൻ മറക്കരുത്. അതെനിക്കറിയാം. AC ഇട്ട് വാതിലും ജനലും തുറന്നിട്ടാ തണുത്ത് വിറങ്ങലിച്ച് ആള് വടിയായി പോവും. അതെനിക്കറിയാം. ഉള്ള സൗകര്യത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണം. എന്താ പിന്നെ ഇപ്പൊ തന്നെ ചാർജ് എടുത്തു. എടോ, ഇപ്പൊ തന്നെ പണി തുടങ്ങിക്കോളാൻ. ഉൽപ്പലാക്ഷ, ദേ ആ ഷെൽഫിന്ന് ആ പച്ച കുപ്പിയും 2 ഗ്ലാസും ഇങ്ങെടുത്തു. അത് തന്നെയാകട്ടെ ആദ്യത്തെ പണി. ആ പച്ചക്കുപ്പി ആ താഴെ ഇരിക്കണത്. ഇരിക്കടോ. ഞാനിവിടെ നിന്നോളാം. എടോ, ഇരിക്കാൻ. വെള്ളം ഒഴിക്കണോ? വെള്ളം ഒഴിക്കണോ? എടോ, ഞാൻ വെള്ളം ഒഴിക്കാറില്ല. തനിക്ക് വെള്ളം ഒഴിക്കണോന്ന്. ഞാൻ കഴിക്കാറില്ല. കഴിക്കാറില്ലെന്നോ? കൊള്ളാലോ. എന്നാ പിന്നെ ഇന്നായിക്കോട്ടെ തുടക്കം. ഇനി കുറെ കാലം നമ്മൾ ഒരുമിച്ച് ജീവിക്കാനുള്ളതല്ലേ, അതിന്റെ സന്തോഷത്തിന്. എന്നാ പിടി. എടാ, പിടിക്കാൻ. ചിയേഴ്സ്. ചിയേഴ്സ്. ഞാൻ ഒരു കത്തലുണ്ടല്ലേ? അതെയാട്ടാ, വീണുപോയ സാറെന്നെ വൈകടിയരുത്. എന്തോന്ന്? കൈവെടിയരുത്. എവിടെങ്കിലും എടുത്തു പിടിച്ച് കിടത്തിയേക്കണം. ഒന്നും സംഭവിക്കില്ലടോ, ഇത് വിദേശിയാ. ആണോ? എന്നാ ഇങ്ങത്താ. എന്നാ പിടിപ്പിച്ചോ, കത്തി അങ്ങ് കയറട്ടെ. ഇപ്പൊ എങ്ങനെയുണ്ട്? വിദേശി അടിപൊളിയാ. അതാണ് ഇവന്റെ ഒരു മെച്ചം. മൊത്തത്തിലൊരു ഉന്മേഷ.
ടെൻഷനല്ല അങ്ങ് പോകും, മനസ്സിലുള്ളതെല്ലാം പുറത്തേക്ക് വരും. എന്താ ശരിയല്ലേ? ഉള്ളത് മനസ്സിനുള്ളിൽ എന്തൊക്കെയോ പുറത്തേക്ക് വരുന്നത് പോലെ. അതിനി വാള് വെക്കാനാണോ? ഏയ്, തൊട്ട് വെക്കാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ. എന്തോന്ന്? എന്റെ കയ്യിലുണ്ട്. പൽപ്പൊടി. ഒരു പുകച്ചിൽ കിട്ടും. ലേശേ ഉള്ളു. സാർ തൊട്ടോ, ഞാൻ വേറെ വാങ്ങിച്ചോളാം. എനിക്കിതൊന്നും വേണ്ട. വേണ്ടെങ്കി വേണ്ട. സാറിന്റെ കപ്പാസിറ്റി എങ്ങനെ? ചെറിയ ഒരു ഫിറ്റ് ഉണ്ട് ഗണപതി സാറിന്. സാരമില്ല, ഞാൻ ഒരെണ്ണം കൂടി തരാം. അതുകൊണ്ടങ്ങ് കിണ്ടി ആക്കിക്കോണം. പിന്നെ ഒരു തുള്ളി ഞാൻ തരത്തില്ല. വലിച്ചു, ഒറ്റ വലിക്കങ്ങ് വലിച്ചു. എനിക്ക് അതിശയ, ഒറ്റയ്ക്ക് ഇത്രയും വലിയ ഭാർഗവി നിലയം പോലത്തെ കൊട്ടാരത്തിൽ പേടിയാവില്ലേ സാറിന്? എന്നാ ഇനി പേടിക്കണ്ട, ഞാനുണ്ട്. മാടനും മറുതെ യക്ഷിയൊന്നും എന്നോട് കളിക്കത്തില്ല. എന്നോട് കളി. എന്റെ പൊന്ന് സാറേ, സാറിന്റെ കൂടെ ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞ എനിക്ക് സ്വപ്നം കാണുന്ന പോലുണ്ട്. സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യം. മാർക്കണ്ടേയനോ? അവനങ്ങ് ചാണകക്കുഴിയില്ലല്ലേ? അവന് സാറിന് അറിയോ? സാറിനെ ഞാൻ പറ്റിച്ച്. ഒരു സത്യം പറയട്ടെ, ഒരു കള്ളം ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പലാക്ഷ മാർക്കണ്ടേയൻ ഞാനല്ല, സാറിന് ഞാൻ പറ്റിച്ചതാ. ഞാൻ കൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ, മറ്റവന്റെ ചങ്ങാതിയാ. അവനാ സാറിന് കത്തയച്ചത്. ഞാൻ ആൾമാറാട്ടം നടത്തി വന്നതാ. ലോകത്താദ്യമായിട്ടൊരാളെ പറ്റിച്ചത് ഞാൻ സാറിനെ. എന്ന് വെച്ച് സാറ് വിഷമിക്കണ്ട. സാറിന്റെ ഞാനേറ്റ്, സാറിന്റെ ഞാനേറ്റ്. ഒരെണ്ണം കൂടി ഒഴിക്കാനാണോ? എഴുതേക്കടാ. ഓ, കാല് കുഴയുന്നുണ്ടോന്നറിയാനാ. നോക്ക്, ശരിയല്ലേ? ഇറങ്ങിപ്പോൻ. കളിത്തോക്ക് കാണിച്ച് തമാസാക്കല്ലേ? താൻ എന്തോന്നാണോ കരുതിയേ? കാലിന് സുഖമില്ലാത്ത ഒറ്റത്തടിയനായ എന്നെ കബളിപ്പിച്ചെന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാമെന്നോ? ഇടാ, നിന്നെ പോലെയുള്ള തെമ്മാടികളെയും ഫ്രോഡുകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 5 ചില്ലിക്കാശിനു വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങൾ. അവർക്ക് വേണ്ടിയിട്ടാടാ ഞാൻ ഇത് കരുതിയിരിക്കുന്നത്. Now you get lost. പോകാം. Out. ഒന്ന് നിന്നേ. 137ാമത്തെ ആളാ താൻ. ഔട്ട്. ഇടാ, നിന്നെ പോലെയുള്ള തെമ്മാടികളെയും ഫ്രോഡുകളെയും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. 5 ചില്ലിക്കാശിനു വേണ്ടി കൊല ചെയ്യാൻ മടിക്കാത്ത മൃഗങ്ങൾ. അവർക്ക് വേണ്ടിയിട്ടാടാ ഞാൻ ഇത് കരുതിയിരിക്കുന്നത്. Now you get lost. വേണ്ട, ഏമാൻ അവിടെ തന്നെ ഇരുന്നാ മതി. അടിയൻ അങ്ങോട്ട് വരാം. സാറിനെ ഒന്നുകൂടെ ഒന്ന് കാണാന്ന് കരുതി വന്നതാ. പുറത്തു നിൽക്കുന്ന ആ കാക്കിക്കാരൻ മോശകോടൻ അവൻ കടത്തിവിട്ടില്ല. പിന്നെ എങ്ങനെ വന്നു എന്നായിരിക്കും. എന്താ ഒരു മതില്! സെൻട്രൽ ജയില് പോലല്ലേ കെട്ടിവെച്ചിരിക്കുന്ന. ഒരല്പം ബുദ്ധിമുട്ടി. അതെ, ഒരു സംശയം. ഇവിടെ കള്ളനോട്ടടി വല്ലതും ഉണ്ടോ സാറിന്? ഇന്നലെ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ? അതോ ഓർമ്മ വരണേ 3 എണ്ണം അണ്ണാക്കിലോട്ട് തള്ളണോ? ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട്. കുറെ കാശും ജയില് പോലത്തെ ഒരു വീടും ഉണ്ടെന്ന് കരുതി എന്തഹങ്കാരം കാണിക്കാമെന്ന് വിചാരിക്കരുത്. അല്ല, അറിയാമോ എന്നിട്ട് ചോദിക്കുക, ആരാ നമ്മുടെ ഈ 2 കാലും തല്ലി ഓടിച്ചത്? കയ്യിലൊരു പതാണല്ലോ. എന്നെ പോലത്തെ കുറെ എണ്ണത്തിനെ കണ്ടിട്ടുണ്ടത്രേ. ശരിയാ, പഠിപ്പും തൊഴിലും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. പക്ഷെ അവരൊക്കെ കൊള്ളയടിക്കാനും കൊല്ലാനും നടക്കുകയല്ല. വീടും കൊട്ടാരവും ഇല്ലെന്നേ ഉള്ളൂ. ഞങ്ങൾക്കുണ്ട് മാനവും അന്തസ്സും ഒക്കെ. ഇന്നലെ തോക്കെടുത്ത് മാനത്തെ കുണ്ടവിട്ടെന്നെ പേടിപ്പിച്ചില്ലേ? ആണാണെങ്കി ഇപ്പൊ വെക്കടാ വെടി. വെക്കടാ. എന്ത് വെക്കണ്ടേ? കൈ പൊങ്ങുന്നില്ലല്ലേ? ഇത് അധ്വാനിക്കുന്ന ശരീര. അന്തസ്സുള്ള എന്ത് ജോലിയും ചെയ്യും. അല്ലാതെ തട്ടിപ്പും വെട്ടിപ്പും ഒന്നും എന്റെ ശീലമല്ല. രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരിക്കുകയായിരുന്നു തിരിച്ചു വന്നൊന്ന് കാണാൻ. ജീവിച്ചിരുന്നേ എന്റെ അച്ഛനും ഈ പ്രായമായിരുന്നേനെ. അങ്ങനെ ഒരാളോട്
ദേ അടങ്ങി ഒതുങ്ങി ജീവിച്ചാൽ നമുക്ക് കൊള്ളാം. ഗുഡ് നൈറ്റ്. കൊള്ളാല്ല, ഇതിനിടയ്ക്ക് ആളെപ്പ റെഡിയാക്കി. ഞാൻ തയ്യാർ, നിങ്ങളോ? ആ ഇപ്പൊ പിടികിട്ടി. എന്നെ പോലെ വിളിച്ചു വരുത്തി അപമാനിച്ചു വിട്ടവരാണല്ലേ. ഞാൻ ഇപ്പൊ ഒരു ഗുളിക കൊടുത്തിട്ട് പോന്നേ ഉള്ളൂ. സാരമില്ല, കൊടുത്തോ. ആ പിന്നെ അയാളുടെ കയ്യിൽ ഒരു പൊട്ട തോക്കുണ്ട്, സൂക്ഷിച്ചോ. ആ എന്താ ഇത്? അറിയോ? ആഹാ, കൈപ്രയോഗം ഉണ്ടല്ലേ. കൊടുത്തോ കൊടുത്തോ, അങ്ങനെ തന്നെ വേണം. നിങ്ങൾ ഏയ്, നമ്മൾ തല്ലുമ്പോ ഒരാളുടെ പ്രായം കൂടി കണക്കിലെടുക്കണം. വലിയ വലിയ ഇടിയെല്ലാം നല്ല കുഞ്ഞു കുഞ്ഞു ഇടിയായിട്ട് ഇടിക്ക്. ആള് വടിയായ തൂങ്ങും. ആ ഇതാണ് പറയുന്നത്, നാക്കിന് സൈലൻസർ പിടിപ്പിക്കണം. അവന്മാരോട് ചോദിച്ചു വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ഇതൊരു ഗുണപാഠമായിരിക്കണം. ഇനി ആരെയും വേദനിപ്പിക്കരുത്. ഗുഡ് നൈറ്റ്. ഒന്നിന്നേ, ഇവിടെ വന്നു പോയിട്ട് ഒരാൾ തിരിച്ചു വരുന്നത് ആദ്യമായിട്ടാ. സ്വന്തം അഭിമാനത്തിന് മുറിവേറ്റപ്പോൾ നീ ചോദിക്കാൻ വന്നു. നിന്നൂടെ നിനക്കെന്റെ വലം കൈയായിട്ട്. ആ, എന്നിട്ട് വേണം വലം കൈയുടെ ആദ്യത്തെ ജോലി അലമാരേന്ന് ഗ്ലാസും പച്ചക്കുപ്പി എടുക്കുക. കുടിച്ച് ഫിറ്റാവുമ്പോ ആകാശത്തേക്ക് തോക്കെടുത്ത് ഉണ്ടവിട്ട് ഇറങ്ങി പോടാന്നൊക്കെ പറയുക. വേറെ ആളെ നോക്കിയാ മതി മാഷേ, നമ്മളെ വിട്ടേക്ക്. നോക്ക്, ഞാൻ എന്റെ ഉള്ളു തൊട്ട് പറയുക, നിന്നെപ്പോലെ സിൻസിയർ ആയിട്ടുള്ള ഒരാളെയാ ഞാൻ തേടിക്കൊണ്ടിരുന്നത്. ഓ, നിന്റെ ഒരു വാക്കാണ് എനിക്ക് വേണ്ടത്. യെസ് ഓർ നോ. യെസ്. വേഷം ഇത് പോരാ, മാറണം.